ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ എപ്പിസോഡുകളിലൂടെ നമ്മൾ കൂടുതലായിട്ടും പരിചയപ്പെട്ടിരിക്കുന്നത് ഈ സക്സസ് ആയ കർഷകരുടെ സ്റ്റോറികളാണ്. എന്നാൽ ഈ എപ്പിസോഡിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കൃഷിയിലൂടെ വിജയമുണ്ടാക്കി, പക്ഷേ ഈ താങ്ങുകാൽ ചതിച്ചതുകൊണ്ട് കുരുമുളക് കൃഷി അപ്പാടെ നഷ്ടപ്പെട്ടു പോയൊരു കർഷകൻ്റെ കാര്യങ്ങളാണ്. തൊടുപുഴ സ്വദേശിയായ ഒരു കർഷകനാണ്. അദ്ദേഹം വലിയ രീതിയിൽ തന്നെ കുരുമുളക് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകനാണ്. ഇടയ്ക്കുണ്ടായ കുറച്ച് കേടുകൾ, എനിക്ക് തോന്നുന്നു ഈ താങ്ങുകാൽ മുരിക്കായിട്ട് അദ്ദേഹം താങ്ങുകാൽ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഒരു വലിയ പ്രശ്നം മൂലം ഒരുപാട് നഷ്ടം കുരുമുളക് കൃഷിയിലുണ്ടായി. ഒരുപാട് ഏക്കർ സ്ഥലത്തെ കുരുമുളക് നശിച്ചു പോയൊരു കാഴ്ചയാണ് നമ്മൾ കൊണ്ടിരുന്നത്. ഇത് ശരിക്കും ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് വേനൽക്കാലത്ത് ഞാനെടുത്ത ഒരു പ്രോഗ്രാമാണ്. ഇപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ ഇപ്പോഴാണ് പറയുന്നത്. അത് നല്ല മഴയത്താണ്. എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് അപ്പച്ചൻ. ഞാൻ ഈ വെള്ളിയാമറ്റം കറുകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് കുരുമുളക് കൃഷി, തെങ്ങ്, കമുക്, കൊക്കോ ഇതെല്ലാം ഉണ്ട്. കുരുമുളക് ഒരു 2000-ന് മുകളിലുണ്ട് ചെടി. ഇത് 2 ഏക്കർ 2.5 ഏക്കർ. ഇത് കുറേ ഇങ്ങനെ ഉണക്കിൻ്റെ ബാധിച്ചു, ഭയങ്കര പിന്നെ കുറച്ച് ഈ മുരിക്ക് പെടന്ന് അങ്ങനെ ഈ പുഴു നിന്ന് അങ്ങനെ കുറേ പോയി. ഇതിപ്പം 11 വർഷമായി. അല്ല, ഇനിയിപ്പം ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇനിയിപ്പോൾ കൊക്കോ വെച്ച് കൊടുക്കുക. ഇപ്പം കമുകും കൊക്കോ ഇങ്ങനെ. കുരുമുളക് ഉപേക്ഷിക്കുന്നില്ല. കുരുമുളക് കൃഷി എന്താ പറ്റി നഷ്ടത്തിലേക്ക് ആയപ്പോൾ? നഷ്ടം പറഞ്ഞാൽ ഈ കേടും ഈ കാലാവസ്ഥ ഇവിടുത്തെ കുരുമുളക് കൃഷി പറ്റിയതല്ല. വേനൽക്ക് കണ്ട് ഭയങ്കര ചൂട്. ഇതിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞേ പൊള്ളലിയൊക്കെ. അതുകൊണ്ട് അവൻ്റെ ഈ പ്ലാവും ഒക്കെ ഇങ്ങനെ വെച്ചു നോക്കിയത്. നമുക്ക് എന്നാ ഈൽഡ് കിട്ടുമായിരുന്നു? 750 കിലോ വരെ കിട്ടുമായിരുന്നു. ഇപ്പം അത് താഴോട്ട് പോകുന്നു. ഇങ്ങനെ ഇവിടെ ഏറ്റവും നല്ലോണം ഉണ്ടാകുന്നതാണ്? ഏറ്റവും നല്ലത് കരിമണ്ട. കരിമണ്ട നല്ല ഇതുണ്ട്. നമ്മൾ ഏതൊക്കെ ഇനങ്ങൾ ചെയ്യുന്നത്? ഇപ്പം 6-7 കൂട്ടമുണ്ട്. എല്ലാത്തിൻ്റെയും പേര്. കരിമണ്ട ഏറ്റവും നല്ലത്. പിന്നെ നീലമുണ്ടി കുഴപ്പമില്ല. പിന്നെ അറക്കുളം മുണ്ടി. പിന്നെയുള്ളതിൻ്റെ ഒന്നും പേര് കൃത്യമായിട്ട് അറിയത്തില്ല. പിന്നെ ചെപ്പുകുളം മുണ്ടി ഉണ്ട് കേട്ടോ. പന്നിയൂർ കുഴപ്പമില്ല. എന്നാലും ഈ കരിമണ്ടയുടെ എപ്പം പറ്റിയല്ല അവിടെ. ഈ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് പണ്ട് തൊട്ടും ഉള്ള തെങ്ങലൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല കുടികളായിരുന്നു. നമ്മുടെ ഇത് ശരിക്കും താങ്ങുകാലിൻ്റെ പ്രശ്നമാണ് കുരുമുളക് ഇത്ര നഷ്ടപ്പെട്ടു പോകാൻ കാരണം. താങ്ങുകാല ഒരു 3-ാം കൊല്ലം തൊട്ടായപ്പോഴത്തേക്കും ഈ പുഴു മണ്ടടിയിൽ നിന്ന് കയറുക. മുരിക്കിൻ്റെ ആണോ അത്? മുരിക്കിൻ്റെ അതോടെ കയറിയിട്ട് ഇത് പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് പെടന്ന് പോവുക. കാറ്റൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. അത് കഴിയുമ്പോൾ കൊടിക്ക് കയറി വരും. കണ്ടില്ലേ, പൊത്ത് കണ്ടില്ലേ? അങ്ങനെയാണ് കൊടി മുഴുവൻ പോയത്. അങ്ങനെയാണ് കൊടി പോയത്. അല്ല, ഈ ഉണക്ക് പിടിച്ചിരുന്നോ ഇത്? ഉണക്കിൻ്റെ അത്രയും കുഴപ്പമില്ലായിരുന്നു. ഇല അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പോയാലും പിന്നെ ഈ പ്ലാവൊക്കെ വെച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ തണൽ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പുഴുവാണ്, ഈ ചാണകപ്പുഴു പോലത്തെ ഒരു സൈസ് പുഴുവാണ്. ഈ മണ്ണിൻ്റെ അടിയിൽ നിന്നാണ് കയറുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കപ്പയുണ്ട്, ചേനയും ചേമ്പും ഉണ്ട്. ഇങ്ങനെ കൃഷിയുണ്ട്. കപ്പ ഏതാ ഇനം ചെയ്യുന്നത്? കൊട്ടാരം ചുള്ളി എന്ന് പറയും നമ്മൾ, പച്ച തിന്നുന്നത്. മറ്റേത് കട്ടൻ കപ്പയെന്നാണ് വാട്ടുന്നത്. വാട്ടുന്നുണ്ട് കപ്പ? വാട്ടുന്നുണ്ട്. അതിനേറ്റവും പറ്റിയതാണ്? അതിനേറ്റവും പറ്റിയ ഇനം ഏതാ? അത് കട്ടൻ കപ്പ ഏറ്റവും നല്ലത്. കട്ടൻ കപ്പ അതൊരു ഇനമാണോ? അതിൻ്റെ പേര്. കൊട്ടാരം ചുള്ളി എങ്ങനെ, നല്ല വിളവുള്ളതാണോ? അത് നല്ല വിളവുള്ളതാണ്. അത് പച്ചതിന് ഏറ്റവും നല്ല കപ്പയാണ്.